ശരി, പോക്കുവരത്ത് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? എൻ്റെ ഒരു കേട്ടറിവ് വെച്ചിട്ട് അവിടുത്തെ ദൈവങ്ങളും മൂർത്തികളുടെ സഞ്ചാരം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ശരിയാണോ എന്നറിയില്ല. ശരിക്കും അതെന്താ? പോക്കുവരത്ത് എന്ന് പറഞ്ഞത് സർപ്പം ഉം. അതുപോലെ രക്ഷസ് ഇങ്ങനെ ഉള്ളതിനെ വെച്ചിട്ടാണ് ജ്യോതിഷത്തിൽ പറയണ അവിടെ രക്ഷസിന്റെ അല്ലെങ്കിൽ ഒരു ഭദ്രയുടെ പോക്കുവരത്തുണ്ടെന്നൊക്കെ. ഇത് എഫക്റ്റ് ചെയ്യേണ്ടത് ശരിക്കും സൗത്തിലേക്കുള്ള ഭൂമി, ഉം. സൗത്ത് വെസ്റ്റിലേക്കുള്ള ഭൂമി, ഇതിലൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒത്തിരി പറമ്പുണ്ടായിരുന്നു. ഈ പറമ്പുകളിൽ സൗത്ത് വെസ്റ്റും സൗത്തും ഒക്കെ ഇങ്ങനെ നമുക്ക് ഒന്നിച്ചൊരു കോമ്പൗണ്ടിനകത്തായിരിക്കും. അപ്പോൾ അവിടെ വേറെ പലതരം എനർജി ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ സർപ്പത്തിൻ്റെ ഇതുണ്ടാവും. സർപ്പം എന്ന് പറഞ്ഞ സർക്കിൾ ഫോം ഓഫ് എനർജിയാണ്. ഉം. സർപ്പം എന്ന് പറഞ്ഞാൽ ഈ പാമ്പിനെ അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ? എനർജിയിൽ തന്നെ സർക്കിൾ ഫോം ഓഫ് എനർജി, ഓ. അതിനെയാണ് സർപ്പം എന്ന് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. അത് നമ്മളതിനെ ഒരു പണ്ട് കാലത്തൊരു മൂലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറിൽ ഇതിനെ സങ്കല്പിച്ച് അങ്ങോട്ട് മാറ്റി ഒരു വിളക്ക് കത്തിച്ച് ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് നടക്കില്ല. അത് നമ്മളെല്ലാം ക്ഷേത്രത്തിലേക്ക് മാറ്റും പിന്നീട്. അതാണ് പോക്കുവരത്ത് മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അത് തെക്ക് പടിഞ്ഞാറ് മൂല എനർജി ഉണ്ട്. ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, അതിനുള്ള പൂജകൾ ചെയ്ത് താമസിക്കാം. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.